ഷിയാസ് പറയുന്നത് കേട്ടോ. ഇല്ല, എനിക്കൊന്നും ആരോപണം എന്താരോപണം ഞാനോ? എനിക്ക് ഗ്രൂപ്പില്ലല്ലോ. ഞാൻ ഗ്രൂപ്പേ ഇല്ല. ഞാനിപ്പം പാർട്ടിയുടെ ഒരു ലീഡർഷിപ്പിലും ഇല്ലല്ലോ, പിന്നെ ഗ്രൂപ്പ് എന്തിനാ? ചർച്ചയ്ക്ക് അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനം എടുക്കുന്നതിന് നിയോഗിക്കപ്പെട്ട ആളുകൾ ഇരിക്കുന്നത് വേണുഗോപാൽ വന്നിരുന്നത് എന്തിനാണെന്ന് അറിയില്ല. വേണുഗോപാൽ വന്നതിന് ശേഷമാണ് വിഷയങ്ങൾ മാറിയത് എന്നാണ് പറയുന്നത്. ഞാൻ വിളിക്കാത്തടത്ത് കയറി ചെല്ലാത്ത ഒരാളാണ്. വിളിച്ചിടത്ത് കയറിയിരിക്കും. ക്ഷണിക്കപ്പെട്ട അനുസരിച്ചാണ് വന്നത്. തീർച്ചയായിട്ടും. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇരിക്കില്ലല്ലോ. എന്നെപ്പോലുള്ള ഒരു 55-60 വർഷത്തെ കോൺഗ്രസിനകത്ത് മെമ്പർഷിപ്പുള്ള ഒരാൾ വിളിക്കാത്തൊരു വേദിയിൽ ഒരിടത്തും ഞാൻ പോയില്ല. ഞാൻ നിങ്ങൾക്ക് വരുന്ന ഏതെങ്കിലും വേദികളിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഞാൻ അവിടെ ഇരിക്കാൻ വേണ്ട എന്ന് തീരുമാനിച്ചാൽ വന്നതിന് ശേഷമാണ് പിന്നീട് കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്ന ആരോപണത്തോടെ ദീപ്തിയെ മാറ്റാനുള്ള അജണ്ടയ്ക്ക് തുടക്കം കുറിച്ചത് വേണിച്ചേട്ട വരവോടുകൂടിയാണ്. എനിക്കറിയില്ല. ഈ ഐ ഗ്രൂപ്പിനിടയിൽ ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ പറ്റാതെ പോയതാണ് ഈ പ്രശ്നങ്ങൾക്കിടയാക്കിയത്. അതുണ്ടായില്ല. അതല്ലേ ഇപ്പം കണ്ട റിസൾട്ട് അതാണെന്നാണ് ഞാൻ കരുതുന്നത്. അറിയില്ല ഏത് ഗ്രൂപ്പാന്ന് എനിക്കറിയില്ല. ഒന്നുമില്ല, ഗ്രൂപ്പില്ലാത്തതാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നതെന്ന്. എൻ വേണുഗോപാലിന്റെ വെറുതെ അത് അത് അജയ് തറയിൽ വെച്ച നിർദ്ദേശമാണ്. കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിക്കണം എന്നുള്ളത്. അതിനകത്ത് ഞാൻ ആ അഭിപ്രായം വേണ്ടെന്നുള്ളതായിരുന്നു. ഓരോരുത്തരെ ചോദിച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞ് ഒരു ഭിന്ന കക്ഷികളാക്കേണ്ട, എല്ലാവരെയും കൂടി ഇത് ചെയ്തിട്ട് പാർട്ടി നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനോടായിരുന്നു എനിക്ക് അഭിപ്രായം. അപ്പൊ അജയൻ പറഞ്ഞു അതുപോലെ ഓരോരുത്തരെ കേൾക്കണമെന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞു. അതൊക്കെ പറയേണ്ട ജില്ലാ പ്രസിഡന്റാണ്, ഞാനല്ലോ. എന്നെ ഒഴിവാക്കി. ഞാനല്ല, ഞാൻ ഗ്രൂപ്പ് മാനേജറൊന്നുമല്ല. ഞാൻ എന്നെ ഒഴിവാക്കി നിങ്ങൾ. ഞാനിങ്ങനെ വഴിയിൽ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെയാണ് ഞാൻ നടക്കുന്നത് തന്നെ. ഒരു കാലത്ത് ചേട്ടന്റെയും ഈ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തലേ ദിവസം ഞാൻ നിങ്ങളോട് ആരോടോ പറഞ്ഞു വഴിമാറി കൊടുത്തല്ലെന്ന്. അന്ന് വഴിമാറി കൊടുത്തല്ല. അന്ന് വോട്ട് ചെയ്ത് എനിക്ക് 17 ടോണിക്ക് 23 കിട്ടിയപ്പോൾ ടോണി മണ്ഡലമോ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു. ഞാൻ KPCCയുടെ സീനിയർ ജനറൽ സെക്രട്ടറി ആയിരുന്നു. എനിക്കങ്ങനെ സംഭവിച്ചു. ഞാൻ മേയറല്ലാതായി പോയില്ലേ. അത് സ്വാഭാവികമാണ്. ജനാധിപത്യ സംവിധാനത്തിനകത്ത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണത്. ഞാനന്ന് മേയറാകേണ്ടതാണ്. കോൺഗ്രസ്സുകാർ 39 പേരുണ്ടായിരുന്നു. ഞാൻ തന്നെ ലീഡ് ചെയ്ത തെരഞ്ഞെടുപ്പായിരുന്നത്. പക്ഷേ വോട്ടിനിട്ടപ്പോഴത്തേക്കും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എടുത്തപ്പോഴത്തേക്കും എനിക്ക് 17-16 കിട്ടി, 23 കിട്ടി. അതുകൊണ്ട് ഞാൻ ടോണിയെ കുറ്റം പറഞ്ഞിട്ടോ പാർട്ടി ലീഡർഷിപ്പിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമുണ്ടോ? അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഞാൻ ഒരിടത്തും പോയിട്ടുമില്ല. ഞാൻ ഏത് ആളുകളുടെ മുന്നിലും എൻ്റെ ഫോൺ ഇട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഈ കൗൺസിലിനകത്തൊക്കെ ഓരോരുത്തർക്ക് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ബന്ധമുള്ള ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട്. ഞാൻ അവരെയും വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു പ്രോസസ്സിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരാളാണ് ഇത്തവണ. പിന്നെ ഇത് സതീശൻ ലീഡർഷിപ്പ് കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. VD സതീശൻ. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ധിക്കരിച്ചു കൊണ്ടിട്ട് ഇവിടെ ആരെങ്കിലും എറണാകുളത്ത് പ്രവർത്തിക്കുമെന്ന് എനിക്കില്ല. പിന്നെ ഷിയാസ് ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെട്ട ആളാണ്. ഒരു കാരണവശാലും വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കാറില്ല. ദീപ്തി ഇപ്പോൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ്. ദീപ്തി ഉന്നയിച്ച ആരോപണങ്ങൾ എനിക്കറിയില്ല എന്താണെന്ന്. അത് ഷിയാസ് പറയേണ്ടതാണ്. അത് അതൊക്കെ അജയൻ പറയുന്നതിനകത്ത് ഞാൻ അജയനുമായിട്ടൊരു കോൺട്രവേഴ്സിക്കൊന്നും തയ്യാറില്ല. ഇല്ല, നിരീക്ഷകനെ വിടുമെന്ന് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. തുടക്കം മുതൽ അറിയില്ല. ഞാൻ ഈ പ്രോസസ്സിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഞാനുണ്ട്. അങ്ങനെ ഒരു നിരീക്ഷകൻ വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞു.
തർക്കമൊന്നുമില്ലായിരുന്നല്ലോ. തർക്കമൊന്നുമില്ലായിരുന്നു. കോർ കമ്മിറ്റി ചേർന്നിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത് എല്ലാം.